ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ തിരുസന്നിധിയിൽ അത്യപൂർവമായ ഒരു പുണ്യ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. ഓരോ ദിവസത്തെയും ഉച്ചപൂജ പരമമായ ആനന്ദ സ്വരൂപത്തെ ഭക്തരിലേക്ക് പകരുന്ന കാഴ്ചയാണ്. കളഭചാർത്തിലൂടെയും പുഷ്പാലങ്കാരങ്ങളിലൂടെയും വിരാജിക്കുന്ന ഭഗവാന്റെ ഇന്നത്തെ രൂപം കാണാൻ കണ്ണുകൾക്ക് 100 ജന്മങ്ങളുടെ പുണ്യം വേണം എന്നുള്ളതാണ്. 2-2.5 വയസ്സ് മാത്രം പ്രായം തോന്നിക്കുന്ന ജഗത് രക്ഷകനായ ഉണ്ണിക്കണ്ണൻ തൻ്റെ മനോഹരമായ കുരുന്നുപാദങ്ങൾ മടക്കി ചമ്രം പടിഞ്ഞിരുന്ന് ഭക്തർക്കായി ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു കാഴ്ച മനസ്സിൽ നമുക്ക് ധ്യാനിക്കാം. ലീലാവിലാസങ്ങളുടെ മൂർത്തിമദ്ഭാവമായ ഭഗവാൻ തൻ്റെ കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ മായയിലിങ്ങനെ തളച്ചിട്ടിരിക്കുകയാണ്. ചമ്രം പടിഞ്ഞിരിക്കുന്ന ഈ ഭാവം ചഞ്ചലമായ മനുഷ്യ മനസ്സിനെ ഭഗവത് പാദങ്ങളിൽ സ്ഥിരമായിട്ട് ഉറപ്പിച്ചു നിർത്താനുള്ള ആത്മീയ സന്ദേശം കൂടിയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനോഹരമായ പൊൻതളകൾ ചാർത്തിയിരിക്കുന്നു. ആ താമരപ്പൂവ് പോലെയുള്ള പാദങ്ങളിൽ തളകൾ കിലുങ്ങുമ്പോൾ ഭക്ത മനസ്സുകളിൽ അജ്ഞാനമാകുന്ന ഇരുളാണ് നീങ്ങണത്. ഉണ്ണിയുടെ അരയിൽ പട്ടുകോണകം ചാർത്തിയിട്ടുണ്ട്. അതിനു മുകളിലായിട്ട് സ്വർണ്ണക്കിലുക്കമുള്ള കിങ്ങിണി കെട്ടിയിട്ടുണ്ട്. ആ കിങ്ങിണിയുടെ നാദം പ്രപഞ്ചത്തിൻ്റെ നാദബ്രഹ്മമായ പ്രണവമന്ത്രത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഈ കിങ്ങിണിയുടെ ഇടയിലായിട്ട് ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ട ഓടക്കുഴലിങ്ങനെ തിരികെ വെച്ചിട്ടുണ്ട്. നാദരൂപിയായ ഭഗവാന്റെ അധരങ്ങളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മുരളീഗീതം കോടാനുകോടി ജീവജാലങ്ങളുടെ ദുഃഖം ശമിപ്പിക്കുന്ന ഒന്നാണ്. വലത്തെ കൈയിൽ സുഗന്ധവും അമൃതുമൂറുന്ന വെണ്ണയുരുളയാണ് പിടിച്ചിട്ടുള്ളത്. ഇടത് കൈയിൻ്റെയും ശരീരത്തിൻ്റെയും ഇടയിലായിട്ട് ഒരു കൊച്ചു വെണ്ണക്കുടം ഇങ്ങനെ തിരികെ പിടിച്ചിരിക്കണം. ആ ചെറിയ കുടത്തിൽ നിന്ന് വെണ്ണ വാരി വാരി അത്യാർത്തിയോടെ കഴിക്കുന്ന വെണ്ണക്കണ്ണൻ്റെ രൂപമാണ് ഇന്ന് നമുക്ക് പരമാനന്ദം നൽകുന്ന ഉച്ചപൂജാലങ്കാരം എന്ന് പറയുന്നത്. ഇവിടെ വെണ്ണ എന്ന് പറയുന്നത് ഭക്തൻ്റെ കന്മഷമില്ലാത്ത ഉരുകിയ ശുദ്ധമായ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭക്തൻ തൻ്റെ അഹംഭാവമൊക്കെ ഉരുക്കി ഭഗവാന് സമർപ്പിക്കുമ്പോൾ ഭഗവാൻ ആ മനസ്സാകുന്ന വെണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന ആത്മീയ തത്വമാണ് ഈ വെണ്ണക്കണ്ണൻ രൂപത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഭഗവാന്റെ കഴുത്തിൽ 3 ഗോപി തിലകങ്ങൾ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിനോട് ചേർന്ന് മനോഹരായ വളയം പോലെയുള്ളൊരു മാലയുണ്ട്. കൈകളിൽ കൈവളകളും തോൾവളകളും ശോഭിക്കുന്നുണ്ട്. ഭഗവാന്റെ ചെവികളിൽ സ്വർണ്ണഗോപികളും ചെവിപ്പൂക്കളും തിളങ്ങുന്നുണ്ട്. കാരുണ്യം തുളുമ്പുന്ന ആ തിരുമുഖത്ത് മന്ദഹാസം വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഭക്തരുടെ സർവ്വ സംശയങ്ങളെയും ഇല്ലാതാക്കി ഭഗവാൻ ഭക്തന്മാരുടെ നാമജപം കേട്ട് പരമാനന്ദത്തോടെ പുഞ്ചിരി തൂകി ഇങ്ങനെ ഇരിക്കുകയാണ്. ശിരസിൽ തേജസ്സുറ്റ പൊന്നും കിരീടം തിളങ്ങി നിൽക്കുന്നുണ്ട്. ഭഗവാന്റെ ഈ വിശ്വരൂപം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അഖിലാണ്ട കോടി ബ്രഹ്മാണ്ഡ നായകൻ ഭക്തന്റെ സ്നേഹത്തിന് മുന്നിൽ ഒരു ചെറിയ ഉണ്ണിയായിട്ട് മാറാൻ മടിയില്ലാത്തവനാണ് എന്നുള്ളതാണ്. ആ സുന്ദരമായ തിരുമുഖത്ത് നോക്കി നിൽക്കുമ്പോൾ സംസാര സാഗരത്തിലെ സർവ്വ ദുഃഖങ്ങളും അങ്ങ് മറന്നു പോവും. നമ്മൾ ഭഗവൻ മയമായി മാറുകയാണ് എന്നുള്ളതാണ്. ഭഗവാന്റെ തിരുമുടിയിൽ 2 തിരുമുടി മാലകളാണ് മനോഹരായിട്ട് ചാർത്തിയിട്ടുള്ളത്. ഒരു മാലയിൽ വെളുത്ത പൂക്കളും തെച്ചിപ്പൂവും തുളസിയും ഉണ്ട്. രണ്ടാമത്തെ മാലയിൽ വെളുത്ത പൂക്കളും തെച്ചിയും മാത്രമാണ് കോർത്തിണക്കിയിരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് തടിച്ച ചുറ്റോട് കൂടിയ 2 വലിയ ഉണ്ടമാലകൾ ഭഗവാന്റെ മാറിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഇതിൽ ഒന്നാമത്തെ മാലയിൽ തെച്ചിപ്പൂക്കൾ ധാരാളമായിട്ടുണ്ട്. കൂടെ തുളസിയും വെളുത്ത പൂക്കളുമാണ് ഇടകലർത്തി ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയിട്ടുള്ളത്. അത് തൃപ്പാദം വരെ നീളുന്ന ഒരു ഉണ്ടമാലയാണ്. രണ്ടാമത്തെ ഉണ്ടമാലയിൽ കഴുത്തു മുതൽ മാറുവരെ തെച്ചിപ്പൂക്കളാണ്. അതിന് ശേഷം താഴേക്ക് താമരയും തുളസിയും കോർത്തിണക്കിയിട്ട് അതിമനോഹരായി തീർത്തിരിക്കുന്ന ഉണ്ടമാലയാണ്. പാദങ്ങളിലേക്ക് എത്തുമ്പോൾ അത് വീണ്ടും തെച്ചിയും തുളസിയുമായിട്ട് മാറുകയാണ്. ഈ ഉണ്ടമാലകൾക്ക് മുകളിലായിട്ട് വിധാനായിട്ടും
5 6 പുഷ്പമാലകളുണ്ട്. അതായത് പുഷ്പമാലകൾക്കിടയിലാണ് ഉണ്ണിയിരിക്കുന്നത്. താമര, തുളസി, തെച്ചി എന്നിവയാൽ തീർത്തതാണ് ഈ ഒരു വിധാനമായിട്ട് തൂക്കിയിരിക്കുന്ന മാലകൾ എന്ന് പറയുന്നത്. ഈ പുഷ്പങ്ങൾ പ്രകൃതിയുടെ സമർപ്പണത്തെയാണ് കാണിക്കുന്നത്. ചുവന്ന തെച്ചിപ്പൂക്കൾ ഭക്തൻ്റെ തീവ്രമായ ഭക്തിയെയും, അതായത് ഭഗവാനോടുള്ള അനുരാഗം ഭക്തിയായും, പിന്നെ തുളസിപ്പൂക്കൾ ആത്മസമർപ്പണത്തിൻ്റെയും, താമരപ്പൂക്കൾ വികാരങ്ങളിലൊന്നും അകപ്പെടാത്ത നിർമ്മലമായ ജ്ഞാനത്തെയുമാണ് പ്രകടിപ്പിക്കുന്നത്. ഈ അത്ഭുത പുഷ്പാലങ്കാരങ്ങൾക്കും തിരുവാഭരണങ്ങൾക്കും ഒക്കെ നടുവിൽ ഇങ്ങനെ ഇരുന്ന് തൻ്റെ കഷ്ടത്തിലെത്തിയിരിക്കുകയുള്ള ചെറിയ കുടത്തിൽ നിന്ന് അമൃത് പോലുള്ള വെണ്ണ വടിച്ചു കഴിക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപം ഏത് കഠിന മനസ്സിനെയും ഭക്തിയാൽ ആർദ്രമാക്കുന്ന ഒരു കാഴ്ചയാണ്. ഗോകുലനാഥനായ ഭഗവാൻ നമ്മുടെ മനസ്സിലെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. കണ്ണൻ്റെ ആനന്ദത്തിൽ പങ്കുചേരാൻ ഭക്തരായ നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമാണ്: ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ മനസ്സർപ്പിച്ച് ഉറക്കെ നാമം ജപിക്കുക. നമ്മൾ എത്രത്തോളം ഭഗവാന്റെ അടുത്തേക്ക് ഭക്തിയോടെ നീങ്ങണോ അതിലും 100 ഇരട്ടി വേഗതയിലാണ് ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിക്കാൻ നമ്മളിലേക്ക് ഓടി വരണത് എന്നാണ്. ആ സച്ചിദാനന്ദ സ്വരൂപൻ്റെ തിരുമുഖം മനസ്സിൽ കണ്ട് നമുക്ക് ഏവർക്കും ഒരുമിച്ച് നാരായണ നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ, കൃഷ്ണ ഗുരുവായൂരപ്പ.